അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പൊതുവെ പുതിയ തലമുറയിൽ നിന്ന് ജൻസിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കമൻ്റാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. അതിന് വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്, അവർ ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ എന്ന ഒരു ക്യാമ്പയിൻ തന്നെ പൊതുവെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും. സത്യത്തിൽ ആലോചിച്ചു കൊണ്ടാണോ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യമില്ല, എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറ് എവിടെയാണ്? നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. എല്ലാ വീടുകളിൽ നിന്നും മാതാപിതാക്കളോട് കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല, എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല, എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. ഇതെപ്പോഴാണ് അവർ പറയുന്നത്? അവർക്ക് ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടുക്കുന്ന സമയത്ത്, യാതൊരു നിയന്ത്രണമില്ലാതെ ഫോൺ ഉപയോഗിക്കുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ സമയവും നേരവും ഒന്നുമില്ലാതെ അവരുടെ പഠനവും മറ്റു കാര്യങ്ങളും തടസ്സപ്പെടുത്തി പുറത്തു പോകുമ്പോൾ, അതേപോലെയുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരോട് ഏറ്റവും ഗുണകാംക്ഷയും സ്നേഹവുമുള്ള മാതാപിതാക്കൾ അവരെ തടസ്സപ്പെടുത്തും. ഇതിനെയാണ് പലപ്പോഴും സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയാറുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. പൊതുവെ അപകടകരമായ കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ തടസ്സപ്പെടുത്താൻ പണ്ഡിതന്മാരോ മതപ്രഭാഷകന്മാരോ അല്ലെങ്കിൽ പൊതുവെ ആളുകളോട് സ്നേഹവും ഗുണകാംക്ഷയുമുള്ള ആളുകൾ ഇത്തരം ഉപദേശങ്ങളുമായും മാർഗനിർദ്ദേശങ്ങളുമായി വരുമ്പോഴൊക്കെ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ തന്ത വൈബാണ്, നിങ്ങൾക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, പുതിയ സിയാണ്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഈ നൂറ്റാണ്ടിലൊന്നും ജീവിക്കേണ്ട ആളുകളല്ല എന്ന് പറയുന്നതും, ഇത്തരത്തിൽ അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോഴും നിർദ്ദേശിക്കുമ്പോഴും തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വാദം ഉന്നയിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ ലഹരി കടത്തുന്നവരെയും അതേപോലെ തന്നെ ലഹരി വിതരണം ചെയ്യുന്ന ആളുകളെയൊക്കെ ഒന്നിച്ച് പിടിച്ച് അകത്താക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇവിടുത്തെ പുതിയ തലമുറയിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ രാസലഹരികൾ ഉപയോഗിച്ച് വളരെ ജീവിതം അടിച്ചു പൊളിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതവരുടെ ഇഷ്ടമാണ്. അതിനെ തടസ്സപ്പെടുത്തുകയല്ലേ ഇവിടെ ചെയ്യണത്? അതവിടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തലല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസൊക്കെ ചേർന്നിട്ട് പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കും? അവിടെ സ്വാതന്ത്ര്യം അതാണെങ്കിലും അത് അവരെ നശിപ്പിക്കുന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് ലഹരി വേണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മതപരമായ കാര്യങ്ങളും. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. മതം അംഗീകരിക്കുന്ന, മതം വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ മതമനുസരിച്ച് ജീവിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത ആളുകളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടും? ആരും ഇടപെടില്ല. അപ്പോൾ മതപരമായി പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ മതപരമായി പാടില്ലെന്ന് പറയുന്നുണ്ടോ, ആ പാടില്ലെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ മദ്യം, അതിനെതിരെ എത്ര ശക്തമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അത് പൈശാചിക പ്രവർത്തനമാണ്, അത് നിഷിദ്ധമാണ്, അതുകൊണ്ട് ഫജ്തനിബുഹു, നിങ്ങളത് ഉപേക്ഷിക്കണം എന്ന് ഖുർആൻ ശക്തമായി പറയുന്നു. അപ്പോൾ മദ്യപിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആശയം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാൾ പറയുമ്പോൾ അയാളോട് പറയാണ്, ഇതിവിടുത്തെ പുതിയ ജൻസിൻ്റെ സ്വാതന്ത്ര്യമാണ്, അവരെ തടസ്സപ്പെടുത്താൻ പറ്റില്ല, അവരവരുടെ ഇഷ്ടം പോലെ പോയിക്കോട്ടെ, നിങ്ങളെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, നിങ്ങളെ കുറച്ച് കാലത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഈ സമൂഹത്തിന് നല്ലത് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, ഈ സമൂഹത്തെ മുഴുവനും ലഹരിയിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത്? അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിൽ എന്താണ്? ഇതുതന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളോട് അവരുടെ വേഷത്തെക്കുറിച്ച് പറയുന്നു. വേഷത്തെക്കുറിച്ച് പറയുന്ന അവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇസ്ലാം അവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ യുഹ്ദൈന, അവരുപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയായൊരു ഈ വസ്ത്രധാരണം നടത്തണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമികമായ ഒരു നിയമം മാത്രമാണോ? മതപരമായി പറയുന്നൊരു നിയമം മാത്രമാണോ?
ഇവിടെ അടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ ഒരു നാടകത്തിൽ വളരെ അധികം മോശമായൊരു വേഷം ധരിച്ചിട്ട് ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് ഇവിടുത്തെ മതവിശ്വാസികൾ മാത്രമാണോ? ഇവിടുത്തെ പുരുഷന്മാർ മാത്രമാണോ? എല്ലാവരും അതിശക്തമായിട്ട് എന്ത് ചെയ്തു? പ്രതികരിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയും മോശപ്പെട്ട ചിത്രങ്ങളും അഭിനയങ്ങളും വീഡിയോകളൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് ഗുണമല്ല എന്നാണ്. അത് സ്ത്രീകൾക്കു തന്നെ അപമാനമാണ് എന്ന് വരെ പറഞ്ഞ സഹോദരിമാരുണ്ട്. അപ്പോൾ ഇത്തരം തിന്മകളോട് പ്രതികരിക്കുന്നത് ഈ മതം മാത്രമാണോ, മതവിശ്വാസം മാത്രമാണോ എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യത മറ്റുള്ളവർക്കിടയിൽ പ്രദർശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം സ്വകാര്യതകൾ ആളുകൾ ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എന്തിനാണ് അതിന് ആക്ഷേപം പറയുന്നത്? എന്തിനാണ് കംപ്ലൈൻറ്റ് പറയണത്? പല ബാത്റൂമുകളിലും ഒളിക്യാമറകൾ വെച്ചിട്ട് അത് ചോർത്തിയെടുത്തിട്ട് അത് ആളുകളുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമായി വരുന്ന നമ്മുടെ സ്വകാര്യതകൾ മറ്റുള്ളവർക്ക് കാണാനുള്ളതല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു 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 വിവാഹിതയായ ഒരാളുടെ ഭാര്യ അവൾ വളരെ മോശമായ ഫോട്ടോസ് മറ്റ് ആണുങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഭർത്താവ് അതിനെ തടസ്സപ്പെടുത്തുന്നു. അത് അവളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നതിന് എന്താണ് അർത്ഥം? ഒരു പുരുഷൻ സ്ത്രീകളോട് സ്വതന്ത്രമായി വളരെ മോശമായി ഇടപെടുമ്പോൾ അവിടെ ഭാര്യമാർ ഇടപെടുന്നു. എന്താ അതിൽ പ്രശ്നം? അയാളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വകാര്യതകളും നമ്മളുടെ നഗ്നതകളും അതൊക്കെ മറച്ചു വെക്കണം എന്നുള്ളത് ഒരു സംസ്കാരമാണ്, ഒരു ധർമ്മമാണ്, ഒരു നന്മയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നു, പുതിയ തലമുറയെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും ബുദ്ധിരഹിതവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം കുടുംബങ്ങളും ബന്ധുക്കളും ഭാര്യ ഭർത്താക്കന്മാരൊക്കെയും ഇത്തരം ജീവിതത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത്തരം ബോധവൽക്കരണങ്ങളും ക്യാമ്പയിനുകളൊക്കെ പുതിയ തലമുറയെ എത്രമാത്രം ബാധിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവപരമായി ചിന്തിക്കേണ്ടതുണ്ട്.